മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ജ്യോതിഷം പഠിക്കുന്ന വിദ്യാർത്ഥികൾ ചോദിക്കുകയുണ്ടായി. ജ്യോതിഷത്തെക്കുറിച്ച് പല വേദികളിൽ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. വളരെ ആധികാരികമായി പഠിപ്പിക്കുന്ന വിധത്തിൽ 170 പേജുള്ള ഒരു പുസ്തകം ജ്യോതിഷത്തെക്കുറിച്ച് എഴുതാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് മുത്തുസ്വാമിയുടെ കീഴിൽ കുറച്ചു കാലം ജ്യോതിഷം പഠിക്കുകയുണ്ടായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. ചോദ്യം, ജാതക ചേർച്ച എന്ന് പറയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? അത് കല്യാണം കഴിക്കാൻ അത് നോക്കണോ? ലോകത്തിൽ ഇന്ത്യയിൽ മാത്രമല്ല ഈ ജാതക ചേർച്ച നോക്കാറുള്ളൂ, മറ്റു രാജ്യങ്ങളിലൊന്നും അതില്ലല്ലോ. ഇങ്ങനെ ആണിൻ്റെയും പെണ്ണിൻ്റെയും ജാതകം ചേരുന്നതിനെ കുറിച്ച് വന്ന ചോദ്യങ്ങൾ ഏതാണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ മാതിരിയുള്ളതായിരുന്നു. ജാതക ചേർച്ചയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുമ്പോൾ ജാതകം നോക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കാണ്. വേണമെങ്കിൽ നോക്കുക, വേണ്ടെങ്കിൽ നോക്കണ്ട. ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് ജാതകം നോക്കാതെയാണ്. മാത്രമല്ല, എൻ്റെ ഭാര്യയും ഞാനും മുന്നാളാണ്. അവൾ പുരാടം, ഞാൻ തിരുവോണം. എല്ലാ വീടുകളിലുമുള്ള മാതിരി അല്പം സ്വല്പം എല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ഉണ്ടെന്നല്ലാണ്ട് എൻ്റെ വീട്ടിൽ ആകാശിടിഞ്ഞ് വീഴുന്ന യാതൊരു സംഭവവും നടന്നിട്ടില്ല. വിവാഹം കഴിഞ്ഞിട്ട് 28 കൊല്ലമായി. വലുതായിട്ടൊന്നും നടന്നിട്ടില്ല, നെഗറ്റീവായിട്ടാണ്. യഥാർത്ഥത്തിൽ ജാതകം നോക്കണമെന്നുള്ളവർ ജാതകം നോക്കേണ്ടത് ഇപ്പോൾ ജാതകം നോക്കുന്ന മാതിരി അല്ല, അല്ലെങ്കിൽ വിവാഹ പൊരുത്തം നോക്കുന്ന മാതിരി അല്ല നോക്കേണ്ടത്. ഇപ്പോൾ 20 പോയിന്റുകളോ 10 പോയിന്റുകളോ 8 പോയിന്റുകളോ നോക്കിയിട്ട് അതിൽ അധമം എന്നുള്ളതിനെല്ലാം 0 മാർക്ക്, മധ്യമം എന്നുള്ളതിന് 1/2 മാർക്ക്, ഉത്തമം എന്നുള്ളതിന് 1 മാർക്ക്, ഇങ്ങനെ കൊടുത്ത് 10 പോയിന്റിൽ 7 മാർക്ക് കിട്ടിയാൽ ആ ജാതകം തമ്മിൽ ചേർക്കാം. 5ൽ താഴെയാണെങ്കിൽ, 5 മധ്യമമാണ്, 5ൽ താഴെയാണെങ്കിൽ ചേരില്ല പറയും. ഈ ജാതക പൊരുത്തം നോക്കാൻ ഒരു 25 രൂപ കൊടുത്താൽ റെഡിമെയ്ഡ് പുസ്തകത്തിൽ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നോക്കിയിട്ട് നിങ്ങൾക്ക് തരും. അതല്ല ജാതക പൊരുത്തം നോക്കൽ. നമ്മുടെ പൂർവികർ ജാതക പൊരുത്തം നോക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനാണെന്നറിയോ? എൻ്റെ സ്വഭാവത്തെക്കുറിച്ച് വ്യക്തമായിട്ടറിയാൻ ആധുനിക ലോകത്തിൽ ഒരു സംവിധാനവും ഇന്നില്ല. എൻ്റെ സ്വഭാവത്തെക്കുറിച്ച് എൻ്റെ അമ്മയോടോ അച്ഛനോടോ ഞാനുമായി ബന്ധപ്പെട്ടവരോടോ ചോദിച്ചാൽ പോലും എൻ്റെ പൂർണ്ണമായ സ്വഭാവ ഗുണദോഷങ്ങളെക്കുറിച്ച് അറിയാൻ സാധിക്കില്ല. ഞാൻ പ്രവർത്തിക്കുന്ന ഓഫീസിൽ ചോദിച്ചാലും ഏതെങ്കിലും ഒരു ആസ്പെക്റ്റിനെ കുറിച്ച് അവർ പറയുമെന്നല്ലാതെ പൂർണ്ണമായിട്ടും എൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അവർ പറയില്ല. അതേപോലെ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിനെക്കുറിച്ചും ആരോടെല്ലാം ചോദിച്ചാലും ആ പെൺകുട്ടി യഥാർത്ഥത്തിൽ അതിൻ്റെ സ്വഭാവം, ടെമ്പറമെൻ്റ്, ക്യാരക്ടർ, ഹാബിറ്റ്, ക്വാളിറ്റീസ്, ഡിസ്ക്വാളിഫിക്കേഷൻസ്, മെറിറ്റ്സ്, ഡീമെറിറ്റ്സ്, ഇവയെല്ലാം അറിയാൻ ഇന്ന് ലോകത്തിൽ ഒരു സംവിധാനവും ഇല്ല. 100% പറയുന്നു, ഒരു സംവിധാനവും ഇല്ല. മനുഷ്യ ശരീരത്തിൻ്റെ ഉള്ളിൽ ചെന്ന് HDL എത്രയാണ്, LDL എത്രയാണ്, ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ എത്രയാണ്, ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ എത്രയാണ്, ട്രൈഗ്ലിസറൈഡ് എത്രയാണ്, ഷുഗർ എത്രയാണ്, ഫോസ്ഫറസ് എത്രയാണ്, ഫോസ്ഫോലിപ്പിഡ് എത്രയാണ്, അല്ലെങ്കിൽ ഷുഗറും പൊട്ടാസ്യം കണ്ടന്റ് എത്രയാണ്, എല്ലാം നോക്കാനുള്ള സംവിധാനമുണ്ട്. പക്ഷേ എൻ്റെ സ്വഭാവം നോക്കാനുള്ള സംവിധാനം ഇന്നില്ല. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ സ്വഭാവം കാണാനും ഒരു വഴിയില്ല. നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഒരൊറ്റ വഴി മാത്രമേ ഇന്ന് ലോകത്തിൽ നിലനിൽക്കുന്നുള്ളൂ. അത് പുരാതന ഭാരതത്തിൻ്റെ വഴിയാണ്. 12 രാശികളുള്ള രാശിചക്രത്തെ 12 ഭാവങ്ങളാക്കി മാറ്റി
ലഗ്നത്തെ 1-ാം ഭാവമാക്കി മാറ്റി 2, 3, 4, 12 ഭാവങ്ങൾ വരച്ച് അതിൽ ലഗ്നം ശരീരത്തെയും 2-ാം ഭാവം വാക്കിനെയും പൂർവ വിജ്ഞാനത്തെയും 3-ാം ഭാവം സഹോദര സഹോദരി ഭാവത്തെയും 4 അമ്മ തറവാടിത്തം കുലീനതയെയും 5 പുത്രഭാവത്തെയും 6 കയ്യിലുള്ള തട്ടിപ്പ് വെട്ടിപ്പ് തുടങ്ങിയ നെഗറ്റീവുകളെയും കുൽസിത ഭാവത്തെയും 7 പാർട്ട്ണർ ഭാര്യ ഭർത്താവ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തകര് കമ്പനി ബിസിനസ് തുടങ്ങാനുള്ള പാർട്ട്നേഴ്സ് 8 മൃത്യുഭാവം മരണം 9 പൂർവ്വപുണ്യം അച്ഛൻ പിതൃക്കള് അല്ലെങ്കിൽ നന്മ നിറഞ്ഞ ഗുണദോഷങ്ങൾ 10 കർമ്മഭാവം എവിടെ ജോലി ചെയ്യും എങ്ങനെ ജോലി ചെയ്യും എന്നുള്ളതും 11 ഏതെല്ലാം തരത്തിലുള്ള ഇൻകം ഉണ്ടാവും 12 ഏതെല്ലാം തരത്തിലുള്ള എക്സ്പെൻഡിച്ചറുകൾ വ്യയമുണ്ടാവും ഇതിനെക്കുറിച്ച് പറയുന്ന ആ ജാതകം ജ്യോതിഷം ഹൊറോസ്കോപ്പ് അതുകൊണ്ട് വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഒരു വ്യക്തിയുടെ കുറച്ച് ക്യാരക്ടർ അളക്കാൻ സാധിക്കും. കുറച്ച്, വേറൊന്നുമില്ല സംവിധാനം. ഒരു ശാസ്ത്രജ്ഞനും പറയില്ല ഉണ്ടെന്ന്. ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ച വ്യക്തിക്ക് പറയാൻ സാധിക്കില്ല, സോഷ്യോളജിസ്റ്റിനും പറയാൻ സാധിക്കില്ല, സൈക്കോളജിസ്റ്റിനും പറയാൻ സാധിക്കില്ല, ആന്ത്രപ്പോളജിസ്റ്റിനും പറയാൻ സാധിക്കില്ല. ഏതെങ്കിലും പർട്ടിക്കുലർ ഇഷ്യൂവിനെ കുറിച്ച് പറയാമെന്നല്ലാതെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അയാൾ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നങ്ങളോടും അയാളുടെ സഹപ്രവർത്തകനോ പ്രവർത്തകയോ ആയി ജീവിക്കാൻ പോകുന്ന ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിന് ജീവിച്ചു മുമ്പോട്ട് പോകുമ്പോൾ എങ്ങനെ ഇയാൾ പെരുമാറും എന്നുള്ളതിനെ കുറിച്ചോ പറയാൻ ആർക്കും ഇന്ന് വരെ വികസിപ്പിച്ചെടുത്ത ഒരു ശാസ്ത്ര ഉപകരണങ്ങൾ കൊണ്ടും സാധ്യമല്ല, ഉപകരണം കൊണ്ടും സാധ്യമല്ല. അപ്പൊ പിന്നെ എന്താ വഴി? വേണമെന്നുള്ളവർക്ക്, വേണമെന്നുണ്ടെങ്കിൽ നല്ല ഒരു ജ്യോതിഷൻ, ഞാൻ നല്ല ജ്യോതിഷൻ എന്ന് പറയുന്നത് ഈ പേരും നാളും വെച്ച് ഇരിക്കുന്നവരെ അല്ല ഉദ്ദേശിച്ചത്. നല്ല കെമിസ്ട്രി പഠിച്ച, കെമിസ്ട്രിയിലെ ഡീനായിട്ടുള്ള ഒരു അസ്ട്രോളജർ തിരുവനന്തപുരത്തുണ്ട്. BSSCയിലെ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ഒരു അസ്ട്രോളജർ തിരുവനന്തപുരത്തുണ്ട്. നല്ല മാത്തമാറ്റിക്സ് പ്രൊഫസർ ആയിട്ടുള്ളവരുണ്ട്, ഇംഗ്ലീഷ് പ്രൊഫസർ ആയിട്ടുള്ളവരുണ്ട്. നല്ല അൾട്രാ മോഡേൺ എഡ്യൂക്കേഷൻ ലഭിച്ച് അവർ റിസർച്ച് നടത്തി പഠിച്ച് സ്വന്തം സോഫ്റ്റ്വെയർ വരെയും ഡെവലപ്പ് ചെയ്തവരുണ്ട്. അതിൽ നല്ലവരെ ചെന്ന് കണ്ട് വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിൻ്റെയും ആണിൻ്റെയും ജാതകം കൊടുത്ത് പറയണം, ഇവരുടെ സ്വഭാവം നിരൂപിച്ച് 3, 4, 5 പേജിൽ എഴുതി തരണം എന്ന് പറയണം. അവർക്ക് സമയമുണ്ടെങ്കിൽ എഴുതി തരുള്ളൂ. ഈ 12 ഭാവങ്ങളിലൂടെയും കടന്നു പോയി എഴുതണം. ഒരു ദിവസം മുഴുവൻ എടുക്കും ഒരാളുടെ ജാതകം എഴുതാൻ. പൂർണ്ണമായിട്ട് വ്യക്തമായിട്ട് എഴുതണം. വിവാഹം കഴിക്കാൻ പോകുന്ന ആളായത് കാരണം ഗുണദോഷങ്ങൾ പ്രത്യേകിച്ച് എഴുതണം എന്ന് പറയണം. എന്നിട്ട് ആണിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന പൂർണ്ണ ജാതകം പെണ്ണിൻ്റെ കൈ കൊടുക്കണം. പെണ്ണിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ജാതകം ആണിൻ്റെ കൈ കൊടുക്കണം. എന്നിട്ട് ചോദിക്കാം, ഇത് നിങ്ങൾ തമ്മിൽ പൊരുത്തപ്പെടുമോ എന്ന് ചോദിക്കാം. അവർ പഠിച്ച് അവരുടെ മാനസികമായിട്ട് ഇന്ന പ്രശ്നങ്ങളുണ്ടെന്നെല്ലാം അറിഞ്ഞ് അതെല്ലാമായിട്ട് പൊരുത്തപ്പെടാൻ തയ്യാറാണ് എന്ന് അവർ തീരുമാനിച്ചാൽ അതാണ് പൊരുത്തം, മനപ്പൊരുത്തം. എല്ലാവരുടെ ജീവിതത്തിലും സുഖമുണ്ട്, ദുഃഖമുണ്ട്, ഉയർച്ചയുണ്ട്, താഴ്ചയുണ്ട്, വരവുണ്ട്, പോക്കുണ്ട്, വേദനയുണ്ട്, ചിരിയുണ്ട്, കരച്ചിലുണ്ട്, എല്ലാം ഇല്ലേ? ഇപ്പം ജാതകം നോക്കിയിട്ട് ഇതൊക്കെ ഇല്ലാണ്ടാക്കാൻ പറ്റുമോ? ഉള്ളവൻ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം ഉണ്ട് എന്ന ബോധം ഉണ്ടാവുക. ശ്രീരാമൻ്റെയും സീതയുടെയും ജാതകം നോക്കിയത് വസിഷ്ഠ മഹർഷിയാണ്, ഗോപാലകൃഷ്ണനല്ല. എന്നിട്ടും അവർ സ്വസ്ഥമായിട്ട് ഒരു ദിവസം പോലും ജീവിച്ചോ? അവർ ജീവിച്ചിട്ടില്ല. 14 വർഷം കാട്ടിപ്പോയി. എന്നിട്ട് രാവണൻ അപഹരിച്ചുകൊണ്ട് പോയി. തിരിച്ചു വന്ന് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഒരു അലക്കുകാരൻ പറഞ്ഞു, ഈ സീതാദേവിയുടെ സ്വഭാവം ശരിയല്ല. സീതാദേവിയെ ഉപേക്ഷിക്കുകയും ചെയ്തു. ഇതെല്ലാം രാമായണം എഴുതിയിട്ട് വായിച്ച് കരയാൻ വേണ്ടിയിട്ടുള്ളതല്ല, ഇതെല്ലാം ജീവിതത്തിലുണ്ടെന്ന് ഓർമ്മിപ്പിക്കാനാണ്. അപ്പൊ ജാതകത്തിൽ പൊരുത്തം നോക്കുക എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നോക്കാം. ഇനി ഇതൊന്നും നോക്കാൻ സൗകര്യമില്ല, വേണ്ട, ആരും പറഞ്ഞിട്ടില്ല ജാതകം നോക്കണമെന്ന്. ഈ 8 വിധത്തിലുള്ള വിവാഹത്തിൽ ജാതക പൊരുത്തം നോക്കണമെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ധൈര്യമായിട്ട് പോവുക. പക്ഷേ കുറച്ച് കഴിഞ്ഞ് വീട്ടിൽ അപസ്വരം വരുമ്പോൾ ജാതകപ്പൊരുത്തം ഇല്ലാത്തത് കൊണ്ടാണ് വീട്ടിൽ പ്രശ്നം ഉണ്ടായത് എന്ന് പറഞ്ഞ് തിരുത്താൻ പറ്റാത്ത ചിലതിലേക്ക് മനസ്സ് പോയാൽ അനുഭവിക്കേണ്ടത് അവനവൻ തന്നെയാണ്. ഇതാണ് ഇമ്പോർട്ടൻ്റ് ലെസൺ.
ഞാൻ ജാതകം നോക്കുകയില്ല, ജാതകത്തെക്കുറിച്ച് ചിന്തിക്കുകയില്ല, ജാതകം എൻ്റെ ജീവിതത്തിൽ ഒരു പാരാമീറ്ററും അല്ല എന്ന് ഉറച്ചു വിശ്വസിച്ച് മുമ്പോട്ട് പോവുക. ഒരു യുക്തിവാദിയുടെയും കമ്മ്യൂണിസ്റ്റുകാരനെയും സഹായമായിട്ട് സ്വീകരിക്കാൻ പോവുകയും വേണ്ട. പക്ഷേ കുറച്ച് കഴിഞ്ഞ് വീട്ടിൽ അവസരങ്ങൾ വരും. ഏത് വീട്ടിലുണ്ട്, ഏത് വീട്ടിലാണ് ഇല്ലാത്തത്? അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ വീട്ടിൽ ആരെങ്കിലും പറഞ്ഞു എന്ന് വിചാരിക്കുക, അന്നേ ഞാൻ നിന്നോട് പറഞ്ഞതാ ജാതകം നോക്കിയിട്ട് കല്യാണം കഴിച്ചാൽ മതിയെന്ന്. നീ അന്ന് കേട്ടില്ല, ഇന്ന് അനുഭവിച്ചോ എന്ന് പറയുമ്പോഴാണ് പലരും ജാതകം രണ്ടും കൊണ്ട് ജ്യോതിഷൻ്റെ അടുത്ത് ചെല്ലുന്നത്. ജ്യോതിഷനാണെങ്കിൽ പ്രശ്നം എന്തെങ്കിലും വീട്ടിൽ പ്രോബ്ലം ഇല്ലാത്തവൻ ജാതകം കൊണ്ടുവരില്ല. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ പ്രോബ്ലം ഉണ്ടെന്ന് പറയാൻ അയാൾ ആരുടെയും അനുവാദം ചോദിക്കണ്ട. കാരണം ആര് ജാതകം കൊണ്ട് ഏത് ജ്യോതിഷന്റെ അടുത്ത് പോയാലും എന്തോ പ്രശ്നമുള്ളത് കൊണ്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജ്യോതിഷം നോക്കുന്ന ആളെ പ്രശ്നക്കാരെന്ന് പറയുന്നത്. പ്രശ്നത്തെ അനലൈസ് ചെയ്യുന്നവര് അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കി കൊടുക്കുന്നവര്. ഞാൻ കളിയാക്കി പറഞ്ഞതല്ല, വസ്തുതാപരമായിട്ട് തന്നെ പറഞ്ഞതാണ്. അപ്പോ ആ ജ്യോതിഷനും പറയും, നിങ്ങൾ ഇങ്ങനെ ഒരു വിവാഹത്തിന് തയ്യാറാകരുതായിരുന്നു, ഇത് വലിയ കോംപ്ലിക്കേറ്റഡ് ആണ്, നിങ്ങൾക്ക് ഇനി വേറെ ആൾട്ടർനേറ്റീവ് ഒന്നുമില്ല. ഇത് കൂടി കേൾക്കുമ്പോൾ അയാളുടെ വീട്ടിൽ സ്വരച്ചേർച്ചയില്ലായ്മയ്ക്ക് അയാൾക്കൊരു ജസ്റ്റിഫിക്കേഷനുമായി. പെണ്ണിനാണ് സംഭവിക്കുന്നതെങ്കിൽ പെണ്ണ് ആത്മഹത്യ ചെയ്യാൻ പോകും, ആണിനാണ് സംഭവിക്കുന്നതെങ്കിൽ ആണും ആത്മഹത്യ ചെയ്യാൻ പോകും. എവിടെ ചെന്നെത്തി? ഈ വേണമെങ്കിൽ ജാതകം നോക്കാൻ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ജാതകം നോക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഈ അധമം ഉത്തമം മധ്യമം എന്ന ആ ഊമ വെച്ചുകൊണ്ട് 8ൽ 5 പൊരുത്തമുണ്ട്, 10ൽ 4 പൊരുത്തമുണ്ടെന്ന് പറയുകയും ഇതൊന്നുമില്ലാണ്ട് ചില സിനിമയിൽ കാണാറുണ്ട്, ജാതക പൊരുത്തമുണ്ടെന്ന് പറയിപ്പിക്കാൻ വേണ്ടി ഒരു 100 രൂപ ജ്യോതിഷന് കൊടുക്കാം. എന്തൊരു തട്ടിപ്പാണത് അല്ലേ? എന്താ ആത്മവഞ്ചന, അവനവനെ വഞ്ചിക്കാം. ഈ ജ്യോതിഷനെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്തിനാ? അതേപോലെ തന്നെ ഇപ്പൊ തൃശ്ശൂരിൽ പോയപ്പോൾ കേട്ട വിചിത്രമായൊരു വാർത്ത. ഈ കമ്പ്യൂട്ടർ ജാതകം എഴുതുന്നവരുടെ അടുത്ത് ചെന്ന് ഈ ജ്യോതിഷൻ പറഞ്ഞു തരും, ഇന്ന സ്ഥാനത്ത് ഉണ്ടാവരുത്, സർപ്പി ഉണ്ടാവരുത്, ഇന്ന സ്ഥാനത്ത് ശനി ഉണ്ടാവരുത്, അതിനെ പതുക്കെ അടുത്ത കോളത്തിലേക്ക് മാറ്റാൻ ഈ കമ്പ്യൂട്ടർ ജാതകം ഉണ്ടാക്കുന്നവര് അവനവന് ഇഷ്ടമുള്ള സിസേറിയൻ ഓപ്പറേഷൻ നടത്തിയിട്ട് നല്ല ശുഭദിനത്തിൽ കുട്ടി ജനിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട്, കുട്ടിയുടെ നക്ഷത്രം നന്നാവാൻ വേണ്ടിയിട്ട് സിസേറിയൻ ഓപ്പറേഷൻ നടത്തുന്ന അതേ ക്രിമിനൽ തെറ്റാണ് ഈ ജാതകത്തിൽ ആ കോളത്തിൽ ഓരോന്നിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് നല്ല ജാതകമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പോകുന്നത്. ഒന്ന് ഞാൻ നിങ്ങളോട് പറയാം, ജാതകം എഴുതണമെന്ന് നിർബന്ധമില്ല, നോക്കണമെന്ന് നിർബന്ധമില്ല, അതനുസരിച്ച് ജീവിക്കണമെന്ന് നിർബന്ധമില്ല, അതനുസരിച്ച് വിവാഹം കഴിക്കണമെന്ന് നിർബന്ധമില്ല, അതിനകത്തുള്ളതെല്ലാം ശരിയാവണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ചെയ്യുകയാണെങ്കിൽ, ആ ജാതകം നോക്കുകയാണെങ്കിൽ അതിനൊരു രീതിയുണ്ട്, അതനുസരിച്ച് നോക്കാം. ഇത് അതിന് മാത്രമല്ല, മരുന്ന് കഴിക്കുന്നതിനും അത് തന്നെയാണ്. നിങ്ങൾ ഓഫീസിൽ പോകുന്നതിനും അങ്ങനെ തന്നെയാണ്. 10 മണിക്ക് ഓഫീസിൽ എത്തണം, 5:30 മണിക്ക് പോകാൻ പാടുള്ളൂ. അതിനൊരു രീതിയുണ്ട്. തോന്നുമ്പോൾ പോയിട്ട് തോന്നുമ്പോൾ വരാൻ ഓഫീസിൽ സാധിക്കില്ല. ഒരു മരുന്ന് കഴിക്കുമ്പോൾ തോന്നിയ മരുന്ന് തോന്നിയ പോലെ തോന്നുമ്പോൾ കഴിക്കുക, തോന്നുമ്പോൾ കഴിക്കാതിരിക്കുക. ഡോക്ടർ എന്ത് പറയും നിങ്ങളുടെ അടുത്ത്? ഇത് തന്നെയല്ലേ ലോകത്തിലെ എല്ലാത്തിൻ്റെയും കാര്യം. വിവാഹം കഴിക്കാനും അങ്ങനെയല്ലേ, വീട് വെക്കാൻ അങ്ങനെയല്ലേ, ഓഫീസിൽ നിന്ന് സാലറി മേടിക്കാൻ കണ്ടീഷനില്ലേ, യാത്രയ്ക്ക് പോകുമ്പോൾ KSRTC ബസ്സിൽ കയറിയിട്ട് നിങ്ങൾ ഒരു ഷെഡ് ഇട്ടുകൊണ്ട് ഒരു നൃത്തം വെച്ച് നോക്കുക, റോഡിൽ കൂടെ നടക്കുമ്പോഴത്തേക്ക് അണ്ടർവെയർ മാത്രമായിട്ട് നടന്ന് നോക്കുക, എന്താ സംഭവിക്കുക? എല്ലാത്തിനും ഒരു സിസ്റ്റം ഉണ്ട്, ഒരു കഷ്ടമുണ്ട്. ഈ സിസ്റ്റവും കഷ്ടവും പാലിച്ചില്ലെങ്കിൽ അത് മറ്റേത് സിസ്റ്റത്തിലും ഉണ്ടാകുന്ന പ്രോബ്ലം പോലെ ഇതിനകത്തും ഉണ്ടാവും. ഇതൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് വിവാഹം കഴിക്കണമെങ്കിൽ ഒരൊറ്റ ആളെ എതിർക്കാൻ പോലില്ല. എൻ്റെ അച്ഛൻ ഞാൻ വിവാഹം കഴിച്ചപ്പോൾ പറഞ്ഞു, വരും വരായികകൾ തന്നെ താൻ അനുഭവിക്കാൻ തയ്യാറാണെങ്കിൽ ജാതകം നോക്കാതെ വിവാഹം കഴിച്ചോളാം, ഞാൻ നടത്തി തരാം, പക്ഷെ ഞാനല്ല ഉത്തരവാദി. വളരെ ക്ലീനായിട്ട് എൻ്റെ അച്ഛൻ പറഞ്ഞു. എൻ്റെ അച്ഛന് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, 2ാം ക്ലാസ് പോലും പഠിച്ചിട്ടില്ല, ഡ്രോപ്പ് ഔട്ടാണ്, 2ാം ക്ലാസ്സിലെ ഡ്രോപ്പ് ഔട്ടാണ്. എന്നിട്ട് പോലും അച്ഛനത് പറഞ്ഞു. ലോജിക്കലി ഞാൻ നിങ്ങളോട് പറയുന്നു, ഏതെങ്കിലും കർമ്മം ചെയ്യുകയാണെങ്കിൽ അന്ധവിശ്വാസവും ദുരാചാരവും ഇതിലൂടെ പോവല്ലേ. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ശരിയേത് തെറ്റേത്, സ്വീകരിക്കേണ്ടത് തിരസ്കരിക്കേണ്ടതേത്. സർവതന്ത്ര സ്വതന്ത്രമായി ലോകത്തിൽ ജനിച്ച വ്യക്തികളാണ് ഹിന്ദുക്കൾ. ഹിന്ദുക്കൾക്ക് മാത്രമേ സ്വീകരിക്കാനും തിരസ്കരിക്കാനും പൂർണ്ണ സ്വാതന്ത്ര്യമുള്ളൂ. മറ്റൊരു മതസ്ഥനും അതില്ല. കാരണം ജനനവും പള്ളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, വിവാഹവും പള്ളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, മരണവും പള്ളിയുമായിട്ട് അവർക്ക് ബന്ധപ്പെട്ടിരിക്കുന്നു. ഹിന്ദുക്കൾക്ക് ഇത് 3 അമ്പലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. അമ്പലത്തിൽ ജനിച്ചറിയിക്കണമെന്ന് നിർബന്ധമില്ല, അമ്പലത്തിൽ വെച്ച് വിവാഹം കഴിക്കണം നിർബന്ധമില്ല,
മരണം അമ്പലവുമായിട്ട് ബന്ധമേയില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും സ്വതന്ത്രനായ ഹിന്ദുവിന് ഏറ്റവും സ്വതന്ത്രനായിട്ട് ചിന്തിച്ച് വേണ്ടത് സ്വീകരിക്കാനും തിരസ്കരിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു.